ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ് ഈസി പരിപ്പ് കറി. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ്. പരിപ്പ് കറി, പരിപ്പ് ഒത്തിരിയേറെ മിനറൽസ്, വിറ്റാമിൻസ്, ഫൈബേഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരിയേറെ മെഡിസിനൽ പ്രോപ്പർട്ടീസുമുണ്ട്. അയൺ, മാഗ്നീഷ്യം ഒക്കെ റിച്ചാണ്. ഇടയ്ക്കെല്ലാം ഡാൾ, സാമ്പാർ പരിപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കഴുകി വൃത്തിയാക്കിയ പരിപ്പിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക് എരിവനുസരിച്ച് കട്ട് ചെയ്തത്, ഒരു സബോള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു തക്കാളി കഴുകി ചെറുതാക്കി കട്ട് ചെയ്തത്, സ്വല്പം കറി ലീവ്സ്, ഒരു ടീസ്പൂൺ ഉപ്പ്, 1/4 വരെ ആണ് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം. 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം. അപ്പോൾ ഏകദേശം വേവുവാനും അതുപോലെ കുറുകി കിട്ടാനുമുള്ള വെള്ളമാവും. 1:3. 1 കപ്പ് പരിപ്പ്, 3 കപ്പ് വെള്ളം ഇട്ട് ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ആദ്യ വിസിൽ വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലും കൂടി കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഒരു 3-5 മിനിറ്റ് വരെ ഇടുക. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഡാൽ പരിപ്പ് വെന്ത് കിട്ടും. അതിനുശേഷം ഗ്യാസ് പോയി കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 15 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പിക്കുക. ഇതിൻ്റെ ഹൈലൈറ്റ് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കണം. ഒരു പകുതി മൂപ്പാകുമ്പോൾ ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് എല്ലാം കൂടി ലൈറ്റ് ബ്രൗൺ നിറമാക്കുക. കൂടെ തന്നെ കുറച്ച് കറി ലീവ്സ് ഇടുക, റെഡ് ചില്ലിയും ഇടുക. ഇപ്പോൾ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ഇടുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി ഏകദേശം 1 മിനിറ്റ് കൂടി ഇളക്കി നന്നായി മരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലോട്ട് ഈ കൂട്ട് ഇട്ട് ഇളക്കാതെ അടച്ചു വയ്ക്കുക. താളിച്ച ഐറ്റംസ് അതിലേക്ക് ഇട്ട് അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ സ്മെല്ലെല്ലാം അകത്തോട്ട് ചെന്ന് നമ്മുടെ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും സ്മെല്ലൊക്കെ വരുന്നതാണ്. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി യോജിപ്പിക്കുക. നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ആവശ്യമായ നെയ്യും ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കുണ്ടാക്കാവുന്നതാണ്. ഒരു പ്രഷർ കുക്കറും ഒരു പാനും ഉണ്ടെങ്കിൽ പരിപ്പ് കറി റെഡിയാണ്. ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചൂടോട് കൂടി തന്നെ ചൂടൻ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുവാനും
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.